നിങ്ങളൊരാളെ കാണുന്നു, ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു, ഒരു സ്പാർക്ക്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ഈ അടിവയറ്റിലൊക്കെ മഞ്ഞ് വീഴുന്ന പോലെ. ബട്ട് വാട്ട് ഇഫ് ഐ ടോൾഡ് യു ദാറ്റ് ദിസ് ഇസ് എക്സാക്ട്ലി ദ സെയിം പേഴ്സൺ ഹു ഇസ് നോട്ട് ഗുഡ് ഫോർ യു? പലപ്പോഴും ഈ സ്പാർക്ക് തോന്നുന്ന കേസിൽ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള കോസ് കാണുന്നത് ഒരു ഫെമിലിയർ ആയിട്ടുള്ള പാറ്റേൺ അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ പാരൻറ്റ് ചെറുപ്പം തൊട്ട് വളരെയധികം ഇമോഷണലി അൺഅവൈലബിൾ ആയിരുന്നു. അവർ ലവ് ആൻഡ് കെയർ തരുന്നതിലൊക്കെ ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു എന്ന് വിചാരിക്കാം. എനിക്ക് ചെറുപ്പം തൊട്ടേ ആ കാര്യത്തിനോട് ഇഷ്ടമല്ല, എനിക്ക് അതിലേക്കും വിഷമമുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വ്യക്തിനെ കാണുകയാണ്. ഓക്കെ, കാണുന്ന സമയത്ത് ഈ ഫെമിലിയാരിറ്റി നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നുണ്ടാവില്ല, നമ്മൾ അവരെ വളരെ അടുത്ത് അറിഞ്ഞിട്ടുണ്ടാവില്ല, ഈ ക്യാരക്ടർ ട്രേറ്റ് നമുക്ക് അത്ര ഡീപ്പായിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ ദർ ആർ എ ലോട്ട് ഓഫ് ചാൻസസ്, അതായത് എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ഫെമിലിയർ പാറ്റേൺ ഇവിടെയുള്ള ആളുടെ അടുത്തേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയി ഫീൽ ചെയ്യാനും ഈ സ്പാർക്ക് ഈ വ്യക്തിയുടെ അടുത്ത് തോന്നാനുള്ള ചാൻസസ് വളരെയധികമാണ്. ഇതിന് റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചെറുപ്പത്തിലുണ്ടാകുന്ന ഒരു അൺമെറ്റ് ആയിട്ടുള്ള നീഡ് ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മളുടെ ഫാദർ അൺഅവൈലബിൾ ആയിരുന്നു എന്നുള്ളത് ഒരു അൺമെറ്റ് ആയിട്ടുള്ള നീഡ് തന്നെയാണ്. അത് ഒരിക്കലും നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോയപ്പോൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതേ പാറ്റേണിലുള്ള ഒരാളെ കാണുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് എന്ത് ചെയ്യും? ഓക്കെ, ഈ വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചിട്ട് എൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ഒരു അൺമെറ്റ് നീഡ് ഇവിടുന്ന് കിട്ടാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ഈ സ്പാർക്ക് തോന്നുന്നതും അതിൽ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നതും. പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസസിൽ ഇങ്ങനെ നമ്മൾ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള അതേ ഒരു വ്യക്തിയുടെ അതേ ടൈപ്പ് വ്യക്തിയുടെ അടുത്ത് പോകുന്ന സമയത്ത് ഈ വൂണ്ട് കൂടുതൽ ഡീപ്പർ ആവാനും ആ അൺമെറ്റ് ഇമോഷണൽ നീഡ് കൂടാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പല ഹെൽത്തി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരും പറയുന്നത് ഭയങ്കര ബോറിംഗ് ആണ്, ഒരു പുതുതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല, എന്തോ മിസ്സിങ് ആണെന്നൊക്കെ. കാരണം ആ മറ്റേ ഒരു ഫെമിലിയർ പാറ്റേണിൽ കാണുന്ന ഇൻകൺസിസ്റ്റൻസി, ആ ഇമോഷണലി ഉണ്ടാകുന്ന ഹൈ അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നും ഈ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തോ ഒരു മിസ് ചെയ്യുന്ന ഫീലിംഗ് ആയിരിക്കും. ഇതൊരു അൺഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട്. അതായത് ഇത് മുന്നേ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല, എപ്പോൾ ഉണ്ടായതിലും ഈ ഹൈ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവുന്നുണ്ട്, ഇൻകൺസിസ്റ്റൻസി ഉണ്ട്, എപ്പോഴും ചേസ് ചെയ്യേണ്ട ഒരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ വളരെ കാമായി പോകുന്ന സമയത്ത് ഒരു തോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ടോ, എന്തോ ഒരു മിസ്സിങ് ഉണ്ടോ എന്ന് തോന്നാനും അത് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നതും പല ആൾക്കാരിലും കണ്ടിട്ടുണ്ട്. ദാറ്റ് ബീയിങ് സെഡ്, എല്ലാ സ്പാർക്കും നെഗറ്റീവ് ആവണമെന്നില്ല. അപ്പം നിങ്ങൾക്കൊരു വ്യക്തിയോട് ഒരു സ്പാർക്ക് തോന്നി അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിന് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു അണ്ടർലൈങ് കോസും ഉണ്ടാവാം എന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതിന് മേലെയായിട്ട് നമ്മൾ റിഫ്ലക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ വ്യക്തിയോടൊരു ഇഷ്ടം തോന്നുന്നത്, അല്ലെങ്കിൽ ഈ സ്പാർക്കിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് റിഫ്ലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ചില റെഡ് ഫ്ലാഗ്സ് നമ്മളിതിൽ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ, വളരെയധികം ഇമോഷണലി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലി അപ്സ് ആൻഡ് ലോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തരുന്നതാവാം, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അൺഅവൈലബിലിറ്റി കാണിക്കുന്ന ആളായിരിക്കാം. ഇനി അതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ സ്പാർക്ക് ഫീൽ ചെയ്യുന്നത് പ്യുവർലി ബേസ്ഡ് ഓൺ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കാരണമായിരിക്കാം. ആ വ്യക്തി എന്താണെന്നോ അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്നോ ക്യാരക്ടർ എങ്ങനെയാണെന്നോ ഗോൾസ് ബിലീവ്സ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ കണ്ട ആ ഒരു അപ്പിയറൻസിൽ ഉണ്ടാകുന്ന ആ ഒരു ഫിസിക്കൽ അട്രാക്ട്നെസ് കാരണം ഈ സ്പാർക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതും ഒരു ലോങ് ടേമിലേക്ക് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനി അതല്ലാതെ ചില ആൾക്കാർക്ക് ഈ നീഡ് ടു വിൻ എ പേഴ്സൺ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു വ്യക്തിയോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വേണ്ട രീതിയിലുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിപ്ലൈസോ എഫേർട്ടോ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്കൊരു തോന്നലുണ്ടാവും, ഓക്കെ ഞാൻ ഇനിയും ട്രൈ ചെയ്യണം, ട്രൈ ചെയ്തിട്ട് ഈ ഒരാളെ വിൻ ചെയ്തെടുക്കണം. അതായത് നമുക്ക് ആ ആൾ അവൈലബിൾ അല്ല, നമുക്ക് വേണ്ട രീതിയിൽ അവർ പ്രതികരിക്കുന്നില്ല എന്ന് തോന്നുമ്പം അത് ചേസ് ചെയ്യാനും അതിൽ കൂടുതൽ എഫേർട്ട് ഇടാനും അത് വിൻ ചെയ്യാനുള്ള ഒരു കാരണം വേണ്ടിയിട്ട് നമ്മൾ അതിന് കൂടുതലായിട്ട് എഫേർട്ട് ഇടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നേരെ മറിച്ച് ഇതേപോലെ എന്നോട് കൺസിസ്റ്റൻ്റ് ആയി വളരെ ഹെൽത്തി ആയിട്ട് എന്നോട് ഇഷ്ടം തോന്നുന്ന ഒരാൾ എനിക്ക് ഉണ്ടാവാം, പക്ഷെ എനിക്ക് അവരോട് ആ തിരിച്ച് ഫീൽ ചെയ്യണമെന്നുണ്ടാവില്ല. ബിക്കോസ് ഇവിടെ എന്താണ്, ആ നീഡ് ടു വിൻ ഇല്ല, ഇവിടെ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. പക്ഷെ അതല്ല, ഒരാൾ കിട്ടില്ല, അത് ഭയങ്കര ഒരു ഹൈ ലെവലിലാണ്, ഇതൊന്ന് കുറച്ച് എഫേർട്ട് ഇടണം, ചേസ് ചെയ്യണം എന്നുള്ള ഒരു അക്കംപ്ലിഷ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ചേസ് ചെയ്ത് നമ്മളുടെ വഴിയിലേക്ക് വരുത്താൻ വേണ്ടി ട്രൈ ചെയ്യുന്നതും ഒരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. എല്ലാ സ്പാർക്കും നമുക്ക് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും ഒരു സ്പാർക്ക് എന്നുള്ള ആ ഒരു ഒറ്റ ബേസിലൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഡിസിഷൻ എടുക്കുമ്പം പലപ്പോഴും അത് നെഗറ്റീവായിട്ടുള്ളൊരു ഔട്ട്കമ്മിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എത്തുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഫിസിക്കൽ അപ്പിയറൻസ്, അല്ലെങ്കിൽ ഫസ്റ്റ് തോന്നുന്ന ആ ഒരു സ്പാർക്കിൽ കൂടുതൽ എംഫസിസ് കൊടുക്കാതെ കൂടുതലായിട്ട് ഈ വ്യക്തി എങ്ങനെയാണ്, ഇവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, ഇവർ ഇമോഷണലി അവൈലബിൾ ആണോ, കൺസിസ്റ്റൻ്റ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസൊക്കെ അലൈൻ ചെയ്ത് പോകുന്നതാണോ, അതിലുപരിയായിട്ട് അവർക്കൊരു റിലേഷൻ
റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ടോ, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ ഒരു സെയിം പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഡിസിഷൻ എടുക്കാം. അതായത് ഈ ഒരു പാറ്റേൺ എപ്പോഴും കണ്ടുവരുന്നു എന്നാണെങ്കിൽ നമ്മൾ ഇമ്പൾസീവായിട്ട് ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. നമുക്ക് ഓപ്പോസിറ്റ് ആ ഒരു അട്രാക്ഷൻ തോന്നുന്ന വ്യക്തിയുടെ ബിഹേവിയറൊക്കെ ഒബ്സർവ് ചെയ്യുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ട് അല്ലെങ്കിൽ ഇനി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു തോട്ട് വരുന്ന സമയത്ത് മാത്രം പ്രൊസീഡ് ചെയ്യുക. കാരണം നമുക്ക് ഈ പാറ്റേൺസ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇമ്പൾസീവായി ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരു റോങ് ഔട്ട്കമ്മിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഈ ഒരു പാറ്റേൺ ചിലപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ഒരു അൺമെറ്റ് ആയിട്ടുള്ള ഇമോഷണൽ നീഡായിരിക്കാം. അപ്പോൾ അതെന്താണെന്നൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക, എവിടെ നിന്നാണ് അത് വന്നത് എന്ന് മനസ്സിലാക്കുക, അതൊന്ന് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊന്ന് ഹീൽ ചെയ്യാനായിട്ടുള്ള എഫേർട്സ് എടുക്കുക. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് തെറാപ്പി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റിസോൾവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഇനിയും വരുന്ന സമയത്ത് അത് എവിടെ ബ്രേക്ക് ചെയ്യണം എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഗൈഡൻസ് കിട്ടുന്നതായിരിക്കും. എല്ലാ സ്പാർക്കും നമുക്ക് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ട കാര്യമായിരിക്കില്ല. ചില സമയത്ത് നമുക്ക് തോന്നുന്ന സ്പാർക്ക് ഒന്ന് പോസ് ചെയ്യാനും കാര്യങ്ങളെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യാനും തരുന്ന ഒരു സിഗ്നൽ ആയിരിക്കും. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? ലെറ്റ് us know in the comments. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോർ മോർ റിലേഷൻഷിപ്പ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് കോണ്ടന്റ് സബ്സ്ക്രൈബ് ടു അവർ പേജ്. താങ്ക് യു.